വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം ഫോർത്ത് സെമസ്റ്റർ മെഡിസിനൽ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഇൻട്രൊഡക്ഷൻ ടു മെഡിസിനൽ കെമിസ്ട്രി, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മെഡിസിനൽ കെമിസ്ട്രി എന്താണ്. ബയോളജിക്കൽ, മെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ സയൻസിൻ്റെയൊക്കെ ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് മെഡിസിനൽ കെമിസ്ട്രി. അതിൽ മെയിനായിട്ട് ബയോളജിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ ഇൻവെൻഷൻ, ഡിസ്കവറി, ഡിസൈൻ, ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പറേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ മെറ്റാബോളിസം, മെക്കാനിസം ഓഫ് ആക്ഷൻ, സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നമ്മൾ മെഡിസിനൽ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഡ്രഗ്സും അതിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. ദെൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെഡിസിനൽ കെമിസ്ട്രിയിൽ പറയുന്നത് ആൻഷ്യൻ ടൈംസിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഡിസീസസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഹിപ്പോക്രേറ്റ്സും ഗലേനസും ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ റൈറ്റിങ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആൻഷ്യൻ ഗ്രീക്കും റോമൻസും ഒക്കെ പ്ലാന്റ്സും മെറ്റൽ സോൾട്ടൊക്കെയാണ് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. വേരിയസ് ഫാർമകോപ്പിയ, മെറ്റീരിയ മെഡിക്കൊക്കെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ട്രഡീഷണൽ യൂസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹിപ്പോക്രേറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിപ്പോക്രേറ്റ്സ് ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ആണ്. അദ്ദേഹമാണ് ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ മെഡിസിൻ. അക്കോർഡിംഗ് ടു ഹിം, ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്തോളജിക്കൽ പ്രോസസ്സാണ്. ഡ്രഗ്സുമായിട്ടുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു മാജിക് അല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് അതിനൊരു സയൻറ്റിഫിക് ബേസിസ് ഉണ്ട്. അത് ഒബ്സർവേഷൻ, അനാലിസിസ്, ഡിഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. മോഡേൺ മെഡിസിനൽ കെമിസ്ട്രി 19th സെഞ്ച്വറിയിലാണ് മോഡേൺ മെഡിസിനൽ കെമിസ്ട്രീൻ്റെ ബർത്ത് പീരീഡായിട്ട് കണക്കാക്കുന്നത്. 1885 ഇമ്മ്യൂണോളജിസ്റ്റ് ആയിട്ടുള്ള എർലിച്ച് സൈഡ് ചെയിൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1891 എർലിച്ച് കീമോതെറാപ്പി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോഡേൺ ഡ്രഗ് റിസപ്റ്റർ തിയറി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡ് ചെയിൻ തിയറിയിൽ നിന്നാണ്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരുണ്ട്? കാംബ്രിഡ്ജ് ഫിസിയോളജിസ്റ്റ് ആയിട്ടുള്ള ലാംഗ്ലി ഉണ്ട്. അദ്ദേഹമാണ് റിസപ്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ കോൺസെപ്റ്റ് ഓഫ് റിസപ്റ്റീവ് സബ്സ്റ്റൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ ഒരു ടൈമിൽ, ആ ഒരു പീരീഡിൽ മോർഫിൻ, ക്വിനൈൻ, അട്രോപ്പിൻ പോലെയുള്ള ആൽക്കലോയിഡ്സിനെയും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മോഡേൺ മെഡിസിനൽ കെമിസ്ട്രിയിൽ പറയുന്നത്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 19th സെഞ്ച്വറീൻ്റെ ഏകദേശം ഒരു മിഡിൽ ആവുമ്പോൾ കെമിക്കൽ സ്ട്രക്ചർ എന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. US മെഡിസിനൽ കെമിസ്ട്രി ആദ്യം ബിഗാൻ ചെയ്തത് ഡിവിഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന രീതിക്കാണ്. ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു ഡിവിഷൻ ഓഫ് മെഡിസിനൽ പ്രൊഡക്ട്സ് ആൻഡ് ലേറ്റർ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? ഡിവിഷൻ ഓഫ് മെഡിസിനൽ കെമിസ്ട്രി അണ്ടർ ദ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി എന്നായിട്ട് അറിയപ്പെട്ടിരുന്നു. ഇനി കീ റിസർച്ചസും തിയറീസും നമ്മൾ കുറച്ച് ഇയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റിൽ. 1894 ഫിഷർ ലോക്ക് ആൻഡ് കീ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1903 ഹെൻറി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്തു. ഇത് രണ്ടും എന്താണ്? ഡ്രഗ് ആക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡ്രഗിൻ്റെ ആക്ഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേജർ മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫെർദർ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് 20th സെഞ്ച്വറിയിലാണ്. ഏകദേശം 20th സെഞ്ച്വറീൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയിട്ടാണ് ഫെർദർ ഡെവലപ്മെൻറ്റ്സ് മെഡിസിനൽ കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കീ കോൺസെപ്റ്റാണ് ചാർജ് ട്രാൻസ്ഫർ തിയറി, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി ഓഫ് ഡ്രഗ് ആക്ഷൻ, ഡ്രഗ് ലാറ്റൻറ്റിയേഷൻ ആൻഡ് പ്രോ ഡ്രഗ് കോൺസെപ്റ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രഗ് റിസർച്ചിൽ യൂസ് ചെയ്യലും ഈ ഒരു കാലത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇയേഴ്സാണ്. ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഇൻ മെഡിസിനൽ കെമിസ്ട്രി. ഫസ്റ്റ് 3500 BC ആണ്. സുമേരിയൻസ് ഓപ്പിയത്തിൻ്റെ യൂസ് റിപ്പോർട്ട് ചെയ്തത് 3500 BCയിലാണ്. 3000 BCയിലാണ് ചൈനീസ് എഫിഡ്രേൻ്റെ യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1803 ഡെറോസോൺ ഓപ്പിയത്തിൽ നിന്ന് സോൾട്ടിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. 1817 സെർച്യൂണർ ആൽക്കലൈൻ നേച്ചർ ഓഫ് ഓപ്പിയത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. 1818 മിസനർ ആൽക്കലോയിഡ് എന്ന ടേം പ്രപ്പോസ് ചെയ്തു. 1820 മോർഫിൻ, ക്വിനൈൻ, അട്രോപ്പിനൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. 1825 ഷ്വാൻ ഡിസ്ക്രൈബ്ഡ് ദ എൻസൈം പെപ്സിൻ എന്ന എൻസൈമിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 1825.
1842 ജനറൽ അനസ്തെറ്റിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് അയഡിൻ, ഫീനോളൊക്കെ യൂസ് ചെയ്യുക, സർജറിയിലൊക്കെ യൂസ് ചെയ്തിരുന്നതും 1842 1884 ഫെനസോൺ സിന്തസൈസ് ചെയ്തു. അതേപോലെ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഓഫ് കൊക്കെയിൻ വാസ് റിപ്പോർട്ടഡ്. കൊക്കെയിൻ്റെ ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ റിപ്പോർട്ട് ചെയ്തതും 1884 1890 ഹോഫ്മാൻ നെയിംഡ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആസ് ആസ്പിരിൻ. ഹോഫ്മാൻ എന്ത് ചെയ്തു? അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെട്ടിരുന്ന ഡ്രഗിനെ ആസ്പിരിൻ എന്ന് പേരിട്ടു. അത് 1890 1892 ബെൻസോക്കെയിൻ ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? കൊക്കെയിൻ്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട്. അടുത്തത് 1894 എർലിച്ച് ലോക്ക് ആൻഡ് കീ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 1899 - 1901 മേയർ ആൻഡ് ഓവർട്ടൺ റിലേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യൻ വിത്ത് ബയോളജിക്കൽ ആക്ടിവിറ്റി. ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കോയിഫിഷ്യനെ റിലേറ്റ് ചെയ്തിരിക്കുകയാണ് 1899 - 1901 1930 സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1940 പെൻസിലിനെ ഐസൊലേറ്റ് ചെയ്തു. 1944 - 1949 ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിനൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. 1950 - 1960 സെമി സിന്തറ്റിക് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആയിട്ടുള്ള പ്രെഡ്നിസോളോണിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 1870 സാലിസിലിക് ആസിഡ് വിത്ത് അനാൽജസിക് പ്രോപ്പർട്ടീസ് വാസ് ഡിസ്കവേർഡ്. 20th സെഞ്ച്വറിയിലാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തത്. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് നോക്കി വയ്ക്കേണ്ട കുറച്ച് ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ മെഡിസിനും കെമിസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നോക്കുന്നുള്ളൂ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മെഡിസിനൽ കെമിസ്ട്രി. മെഡിസിനൽ കെമിസ്ട്രി എന്താണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റ്, മെയിൻ ആയിട്ടുള്ള അതിൽ കുറച്ച് ഇയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ടൈം ലൈനിൽ ഇത്രയെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതിന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ വേണ്ടവർ കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.